സീസണിലെ ആദ്യ 5 മത്സരത്തിലും മികച്ച പ്രകടനം നടത്താൻ സാധിച്ചില്ല. ഇന്നലെ പഞ്ചാബ് കിങ്സിന്റെ ബാറ്റിംഗ് സമയത്താകട്ടെ 2 ക്യാച്ച് കൈവിട്ട് കളയുകയും ചെയ്തു. ഈ അഭിഷേക് ശർമ്മയ്ക്ക് ഇത് എന്താണ് പറ്റിയത് എന്നുള്ളതാണ് ആരാധകർ ആ സമയത്ത് ചിന്തിച്ചത്. എന്തായാലും അദ്ദേഹത്തിന് ചില വ്യത്യസ്തമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. പഞ്ചാബിന് മാത്രമല്ലല്ലോ ഞങ്ങൾക്കുമുണ്ടല്ലോ ബാറ്റിംഗ് എന്നുള്ള രീതിയിൽ രണ്ടാം ഇന്നിംഗ്സിൽ പഞ്ചാബിനായി ഓപ്പൺ ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓപ്പണർക്ക് പിഴച്ചില്ല. പഞ്ചാബ് കിങ്സിന്റെ എല്ലാ ബോളർമാരെയും ഗ്രൗണ്ടിന്റെ 4 പാടും അടിച്ചു പറത്തി 55 പന്തിൽ 141 റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയത്. സെഞ്ചുറിക്ക് പിന്നാലെ എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുമ്പോൾ താൻ ആർക്കാണ് നന്ദി പറയുന്നത് എന്നുള്ളത് അഭിഷേക് ശർമ്മ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ സെഞ്ചുറി പ്രകടനത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് നന്ദി പറയുന്നത് രണ്ടാളുകളോടാണ്. ഒന്ന് യുവരാജ് സിംഗ്, അദ്ദേഹം എന്റെ മെന്ററാണ്. കുറെ അധികം കാലമായി എന്റെ ബാറ്റിംഗ് പരിശീലനം എല്ലാം നോക്കുന്നത് അദ്ദേഹമാണ്. മറ്റൊരാൾ സൂര്യകുമാർ യാദവാണ്. എപ്പോഴും സൂര്യകുമാർ യാദവ് എന്നോട് സംസാരിക്കാറുണ്ട്. എന്റെ മോശം ഫോമിന്റെ സമയത്ത് നിനക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം എനിക്ക് നൽകിയത് അദ്ദേഹമാണ്. അദ്ദേഹം തന്നെ എന്റെ സെഞ്ചുറിയുടെ ക്രെഡിറ്റ് അറിയിക്കുന്നത് സൂര്യകുമാർ യാദവ് കൂടിയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. എന്നാലും അഭിഷേക് ശർമ്മയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ഇന്ത്യയുടെ T20 മത്സരങ്ങളിലും ഏകദിന മത്സരങ്ങളിലും എല്ലാം സ്ഥാനമുറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വലിയ സീസണാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിന്റെ സിഗ്നൽ അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുകയാണ്.